പുറത്തേക്ക് വന്നാക്കി. വായ്, കയ്യ്, കാല്, ഗുദം, ഗുഹ്യം ഇവ 5 കർമ്മേന്ദ്രിയങ്ങൾ ക്രിയാസാധനങ്ങളായതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് സിദ്ധിച്ചത്, കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊലി ഇവ 5 ജ്ഞാനേന്ദ്രിയങ്ങളാകുന്നു, അറിയാനുള്ള ഇന്ദ്രിയങ്ങൾ. ഇങ്ങോട്ട് ഉള്ളിക്കുള്ളത്, മറ്റത് പുറത്തേക്കുള്ളത്. ഒന്നും അകത്തേക്കുള്ളത്, ഒന്നും പുറത്തേക്കുള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങൾ അകത്തേക്കുള്ളത്, ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. പിന്നെയോ ജ്ഞാനസാധനങ്ങളായതുകൊണ്ട് അവയ്ക്ക് ആ പേര് സിദ്ധിച്ചു. അടുത്തതായി മൂന്നാമത്തേതും അവസാനത്തേതുമായ ഉപാധിയെ വിസ്തരിക്കുകയാണ്. അത് വിസ്തരിക്കാൻ അപ്പൊ അതൊക്കെ വിസ്തരിച്ചത് കേട്ടോ. എന്നിട്ട് പറയാണ്, അനാദ്യ വിദ്യാ നിർവാച്യോ കാരണോപാധിരുച്യതേ ഉപാധിത്രിതയാദന്യം ആത്മാനമവധാരയേൽ. നിർവചിക്കാൻ സാധ്യമല്ലാത്തതും ആദിയില്ലാത്തതും ആയ അവിദ്യയെ എല്ലാറ്റിനും കാരണമായതിനാൽ കാരണോപാധി എന്ന് പറയുന്നു. ആത്മാവിനെയാകട്ടെ 3 ഉപാധികളിൽ നിന്നും അന്യമായിട്ട് അറിഞ്ഞുകൊള്ളണം. അന്വയ വ്യതിരേകേണ. ഇത് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊന്നും ആത്മാവല്ല, എന്നാൽ ഇത് അറിയാതെ ഇരുന്നും കൂടാ. വിദ്യ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അവിദ്യയും അല്ലേ. സത്യം മാത്രം അറിഞ്ഞുകൊണ്ട് അസത്യം എന്താണെന്നറിയാം. അപ്പോ പന്ത് കളിയിൽ റഫറി ആവണമെങ്കിൽ എന്ത് വേണം? കളിക്കാൻ അറിഞ്ഞാൽ പോരാ അല്ലേ? കളിക്കാൻ അറിഞ്ഞാൽ മതിയോ? കളിക്കാൻ അറിഞ്ഞാൽ പോരാ, പിന്നെന്ത് വേണം? കളിക്കുന്നതിനെക്കാട്ടിലും കളി അറിയാം. ലോകത്തിലെ ഏതെല്ലാം തരത്തിൽപ്പെട്ടവരാണ്, മനസ്സിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പുറത്തറിഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ ഉപാധിയെയും ഞാൻ വേർതിരിച്ചറിഞ്ഞ് ഓരോന്നും കാണുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇത് ആത്മധർമ്മമല്ല, ഇത് ആത്മധർമ്മമല്ല, ഇത് ശരീരധർമ്മമാണ്, ഇത് ഇന്ന ധർമ്മമാണ് എന്ന് വേർതിരിച്ച് അറിയുന്ന ഒരാൾക്ക് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, തന്നെ ഉയർത്താൻ കഴിയൂ. അല്ലാത്തവർക്ക് കഴിയില്ല. ഇത് വേണമെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ വിലയിരുത്തിന്ന് വരും, അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ടും കാര്യമില്ല. പിന്നെ എന്ത് വേണം? തന്നെ കൂടി ആത്മധർമ്മം എന്ത്, മറ്റ് ശരീരധർമ്മങ്ങൾ എന്തൊക്കെ എന്ന് അറിഞ്ഞിട്ട് വിദ്യയെയും അവിദ്യയെയും വേർതിരിക്കാൻ വേണ്ടി വേർതിരിച്ചിട്ട് ഏത് സ്വീകരിക്കണം അത് ആദ്യം പഠിച്ചു. ചിലര് ഇതിനെ സ്വീകരിക്കും, ചിലതിനെ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുമ്പ് ഏത് വേണമെന്ന് ഉറപ്പിക്കണം അല്ലേ? ഏതും വേണം, വിദ്യയും അവിദ്യയൊക്കെ വേണം. പക്ഷേ ഏതാണ് തനിക്ക് വേണ്ടത് ലക്ഷ്യത്തിനനുസരിച്ച് സ്വീകരിക്കാനും വേണം പഠിക്കുക. അതാ വേണ്ടത്. ഈ ഒരിക്കല് ആശ്രമത്തിൽ വന്ന ചില ആളുകള് അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട പുസ്തകം വെച്ചാൽ അവരതാണോ തിരഞ്ഞെടുക്കുക. ചിലരൊക്കെ തിരഞ്ഞെടുക്കുക വാത്സ്യായനന്റെ കാമശാസ്ത്രമായിരിക്കും. എന്താ എടുക്കാൻ കാരണം? അതിപ്പോ പഠിക്കരുത്, അത് പഠിക്കണ്ടെന്നല്ല, പിന്നെന്താ, എളുപ്പമുണ്ട്, ഞാൻ ആ വഴിക്ക് പോകും. മറിച്ച് ആദ്യം എന്താണ് തന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ആത്മധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെന്ത് വേണം, പിന്നെ എന്തോ ആവട്ടെ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ലക്ഷ്യം അറിയാതെ, എനിക്ക് എത്തേണ്ട സ്ഥലം അറിയാതെ ഞാൻ പോയി, എന്നിട്ടോ മാർഗം ലക്ഷ്യമായി കണ്ട് തൃപ്തിപ്പെട്ട് പോരേണ്ടി വരും. എന്നാ തൃപ്തി ഉണ്ടാവുമോ? അത് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അവിടെ ലക്ഷ്യത്തെ കുറിച്ച് നല്ല ബോധമുള്ള ഒരാള് മാർഗത്തിലൂടെ മാർഗത്തെ അറിയണം. ഹിമാലയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വൈകുണ്ഠത്തെക്കുറിച്ച് അറിയാത്ത ഒരാള് വൈകുണ്ഠം തേടി പോയാൽ എന്തുണ്ടാവും? കുണ്ട് കാണാത്തവൻ കണ്ട കുണ്ട് വൈകുണ്ഠം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ തന്നെയാണോ നിനക്ക് വേണ്ടത്? ഇതൊക്കെ തന്നെ മതി. അവിടെ നമ്മൾ ഭ്രമിച്ചു പോകും. അപ്പൊ മാർഗത്തിൽ ഭ്രമിച്ചു പോവുക എന്നുള്ളൊരു ദോഷമുണ്ട്. എന്നാൽ ലക്ഷ്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതിയോ? പോരാ. ലക്ഷ്യത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണയുള്ള ഒരാള് മാർഗത്തിൽ സഞ്ചരിക്കണം. മാർഗത്തെക്കുറിച്ച് പറയണ്ടേ? നന്നായിട്ട് പറയണം. പക്ഷെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ലക്ഷ്യം വിസ്മരിച്ചു പോകരുത്. അപ്പൊ ആദ്യം എന്ത് വേണം? അതാണ് ഇവിടെയും ചെയ്തത്. ലക്ഷ്യത്തെക്കുറിച്ച് അല്ലേ
എല്ലാവരും അങ്ങനെ പറയുന്നൊന്നും പറയാൻ വയ്യ. സ്വാമിജി എന്തായാലും അങ്ങനെ ചെയ്യുന്നത്. ഉപനിഷത്ത് തത്വങ്ങളെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഉപനിഷത്ത് തത്വങ്ങളെ വാരി വിതറും, വേണ്ടവര് പിടിച്ചോളൂ അല്ലേ. പുരാണങ്ങളും വേണ്ട, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിഹാസങ്ങളൊന്നും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അതെന്തിനാണ് എന്നുള്ളത് മറന്നുപോയാൽ, ഭാഗവതം പഠിച്ചു ഭഗവാനെ ബോധിച്ചില്ലെങ്കിൽ, ഭഗവത്ഗീത പഠിച്ചു ഭഗവാൻ പറഞ്ഞത് എന്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആ ഒരു ദോഷം വരുന്നുണ്ട്. ഇത് ശാസ്ത്രത്തിന്റെ ദോഷമായിട്ട് പറയപ്പെടരുത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹബ്രഹ്മയേത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപബൃംഹണം ചെയ്താലും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പേര് ഇപ്പൊ ഭാഗവത സപ്താഹം നടക്കുന്ന സ്ഥലത്ത് വളരെ കേമായി എന്താ പഠിച്ചത്? ഭാഗവത സപ്താഹം മാത്രമല്ല, ഗീതാജ്ഞാനയജ്ഞം ആയാലും എന്തോ ആവട്ടെ, ഏത് കാര്യങ്ങളായാലും പുരാണങ്ങളും ഇതിഹാസങ്ങളൊന്നും പഠിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല. ആദ്യം പറയണത് എന്താ? നല്ല ഉപനിഷത്ത് ബ്രഹ്മസൂത്രമൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് പിന്നെ എന്താ പഠിച്ചത്, ഏതാ വേണ്ടത് സ്വീകരിക്കാം. ഏതാ വേണ്ടത്? ഉപനിഷത്ത് പഠിച്ചിട്ട് പുരാണങ്ങൾ പഠിച്ചാൽ എന്തുണ്ടാവും? ഒരു ദോഷം സംഭവിക്കാൻ പോകുള്ളൂ. ഏതും പഠിക്കാം. അത് പഠിക്കാതെ പുരാണങ്ങളൊക്കെ പഠിച്ചു പോയാൽ എന്തുണ്ടാവും? അതിന്റെ വർണ്ണനകളിൽ കുടുങ്ങിപ്പോയിട്ട് ഇത് എന്തിനാന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകും. അതിലുള്ള രസങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകും. അങ്ങനെ സരസനായി തീരും. ആര്? രസത്തെ ഇച്ഛിക്കുന്ന സരസനായിട്ട് ആര് തീരും? ഗൃഹസ്ഥൻ തീരും. ആ ഒരു ദോഷം സംഭവിക്കുന്നുണ്ട്. ആ രസം അല്ലെങ്കിൽ തന്നെ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഈ രസത്തിൽ അങ്ങനെ മയങ്ങിയിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഏത് പുരാണങ്ങളും ഇതിഹാസങ്ങളും പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും. എന്നിട്ട് അതിലും രസത്തെ ഊറ്റിയെടുത്തിട്ട് തത്വത്തെ തള്ളിക്കളയും. അത് ഉദ്ദേശം എന്തായിരുന്നു? തത്വത്തെ പറയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് രസം പറഞ്ഞതായിരുന്നു. പാല് ദഹിക്കാത്ത കുട്ടിക്ക് വെള്ളം കൂട്ടിക്കൊടുത്തതായിരുന്നു. പിന്നെന്തായി? വെള്ളം കുടിച്ച് പാല് ഇല്ലാതായി. അങ്ങനത്തെ സ്ഥിതിയായി. വേറൊരു വെച്ചാൽ പാല് കുറേശ്ശെ കുടിച്ചാൽ പോരെ. വെള്ളത്തിന്റെ ഗുണവും പാലിന്റെ ഗുണവും അല്ലേ ഉണ്ടാവുക. അപ്പൊ കുറേ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെള്ളം കൂട്ടി പാല് കുടിക്കാം. പക്ഷെ അതില് പാലിന്റെ ഗുണം എന്തായാലും പാലിന്റെ ഗുണം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിന്റെ ഗുണം അല്ലേ. ഇത് മനസ്സിലാക്കുന്നവർ ആദ്യം എന്ത് ചെയ്യും? കുറച്ചെങ്കിലും അല്ലേ, ഒരു ശ്ലോകമെങ്കിലും അല്ലെങ്കിൽ ഒരു മന്ത്രമെങ്കിലും ഉപനിഷത്ത് തത്വങ്ങളെ പഠിച്ചിട്ട് പിന്നെ എത്ര വേണ്ട വെച്ചാൽ പഠിച്ചോട്ടെ. അതില്ല എങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരാൾ ഹിമാലയത്തെക്കുറിച്ച് ഞാൻ കുറേ ഇവിടുന്ന് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു, കുറേ പ്രസംഗിച്ചു, എന്ത് പ്രയോജനമുണ്ട്? അവിടെ പോയ ഒരാൾക്ക് അല്ലേ 20 ഒരു 10 30 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഗുണം ചെയ്യുമായിരിക്കാം. അയാൾക്ക് ഗുണം ചെയ്ത് വലിയ കാര്യമില്ല. ബഹുഭൂരിപക്ഷം പേർക്കും അതൊരു ശബ്ദം. അപ്പൊ എന്നാൽ ഹിമാലയത്തെക്കുറിച്ച് പറയേണ്ടത് പറഞ്ഞില്ല. അതിലേറെ പറയണത് അങ്ങോട്ട് പോവാനുള്ള മാർഗത്തെക്കുറിച്ച്. അപ്പൊ എന്താ, എനിക്കൊന്ന് പോവായിരുന്നല്ലോ എന്ന് തോന്നും. എന്നാൽ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയേ ചെയ്തില്ല. എന്തുണ്ടാവും? ഹിമാലയത്തിൽ എത്തലുണ്ടാവില്ല. ഹിമാലയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇങ്ങനെയൊക്കെ ചില ദോഷങ്ങൾ സംഭവിക്കും. ഇതാണ് പറഞ്ഞത്. സമയമായില്ലേ? അതുകൊണ്ട് ഇവിടെ ആ ഉപസംഹാരവേള എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് എന്തിനാണോ പറയപ്പെട്ടത് അതാണ് 13ാം ശ്ലോകം കൊണ്ട് പറയുന്നത്. അനാദിയായ അവിദ്യ. അനാദി എന്ന് പറയുമ്പോൾ ഓർമ്മ വേണം, എന്ത്? ആദി ഇല്ലാത്തതെന്നല്ല, ആദി അറിയാത്തത് എന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. ആദി ഉണ്ടോ? ഉണ്ട്. ഏതിനും തുടക്കമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ ഒടുക്കമുണ്ട്. അപ്പോൾ അവിദ്യക്ക് ആദി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവും? അത് ഒടുക്കല്ല എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യന്തങ്ങളില്ലാത്ത പരം സത്യത്തെ പോലെ ഈ മായയെ പറയരുത്. അതിന് തുടക്കമുണ്ട്, അതുകൊണ്ട് ഒടുക്കം ഉണ്ടാക്കണം. അതിനെന്താണ് വഴി എന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. അതിനുള്ള അപഗ്രഥിക്കുകയായിരുന്നു ഇതുവരെ ചെയ്തത്. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.